കർത്താവിൽ പ്രിയരെ, കർത്താവ് നമ്മളെ അഗാധമായി സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം ഒത്തിരി അനുഗ്രഹം നമുക്ക് ഓരോന്നും എപ്പോഴും തരുവാനായിട്ടാണ്. പക്ഷേ അത് നമുക്ക് കിട്ടാതെ പോകുന്നത് വലിയൊരു യാഥാർത്ഥ്യവുമാണ്. അതെന്താണ് അങ്ങനെ? ഞാൻ മനസ്സിലാക്കിയ 2-3 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതാണ്, ദൈവം യേശു എൻ്റെ രൂപത്തിൽ ഈ ലോകത്തിൽ ഇറങ്ങി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എന്തോത്തിനാണെന്നറിയാവോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു കാര്യത്തോടാണ്. അപ്പം പ്രാർത്ഥന എത്രമാത്രം ഇമ്പോർട്ടൻ്റ്, എത്രമാത്രം ആവശ്യമുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ പ്രാർത്ഥനയിൽ കൂടെ എനിക്ക് കിട്ടുന്നത് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൂടുതൽ നേരം പ്രാർത്ഥിച്ചേനെ. 2-3 കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ദൈവസന്നിധി ഇന്ന് തന്നെ കിട്ടിയ റേമ വാക്കുകളാണ്. അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഞാൻ ഇരിക്കുന്ന എവിടാണെന്നറിയാവോ? എന്നെ അളവ് കൂടാതെ അഗാധമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ അളവ് കൂടാതെ അഗാധമായി സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ ആ വ്യക്തി എന്നോടൊന്നും പറയാതിരിക്കുമോ? എന്തെങ്കിലും പറയുമല്ലോ, പറയും, സംസാരിക്കും. അതാണ് സംഭാഷണമാണ് പ്രാർത്ഥന. അല്ലാതെ നമ്മുടെ പ്രയർ ലിസ്റ്റ് അല്ലെങ്കിൽ യാചനയല്ല പ്രാർത്ഥന. ദൈവത്തോട് നമ്മളും സംസാരിക്കും, ദൈവം നമ്മളോട് സംസാരിക്കും. ആ സംഭാഷണത്തിൽ ദൈവം നമ്മളോട് എന്തുവാ പറയുന്നത്? നീ എൻ്റെ സ്വന്തം പുത്രൻ, നീ എൻ്റെ സ്വന്തം പുത്രി, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്തുവാ കിട്ടുന്നേ? എനിക്കൊരു ഐഡൻറ്റിറ്റി. നീ എൻ്റെ സ്വന്തം പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത് തന്നെ ഞാനങ്ങ് ഞാനെന്ന് പറയുന്ന വ്യക്തി ഉറക്കുകയും വളരുകയും നിറയുകയും ചെയ്യുകയാണ്. ഹല്ലേലൂയ, ആണല്ലോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എനിക്ക് മനസ്സിലായത്, മനുഷ്യന് മൃഗത്തെ പോലെ അല്ല. മൃഗത്തിനൊക്കെ കുറച്ച് ആഹാരം കഴിച്ചാൽ തൃപ്തിയാവും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന, ദൈവത്തിൻ്റെ രൂപത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമുക്ക് മനസ്സും തന്നിട്ടുണ്ട്, ഹൃദയവും തന്നിട്ടുണ്ട്. ഈ മനസ്സും ഹൃദയവും നിറയണം. അത് എവിടെ ചെന്നാൽ നിറയും? മൊബൈൽ തോണ്ടിക്കൊണ്ടിരുന്നാൽ നിറയുമോ? അല്ലെങ്കിൽ TV സീരിയൽ കണ്ടാൽ നിറയുമോ? അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നാൽ നിറയുമോ? ഇല്ല. ഇതിലൊന്നിലും നമ്മുടെ മനസ്സോ ഹൃദയമോ നിറയത്തില്ല. നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തത്വം കൊണ്ട് നിറയണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കണം. നമ്മുടെ ഹൃദയം അഗാധമായ സ്നേഹം കൊണ്ട് നിറയണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സും ഹൃദയവും ദൈവസന്നിധിയിൽ നിറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിലാൽ നിറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് പാപത്തിലായി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഈ ശരീരത്തിൽ നമ്മൾ കുറേ ആത്മാക്കളെ വഹിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എപ്പോഴാ? 2000 കൊല്ലം യേശു കർത്താവ് വരുന്നതിന് മുമ്പേ. അപ്പം നമ്മുടെ ഈ ശരീരത്തിൽ പലതരം അശുദ്ധ ആത്മാക്കൾ, നല്ല ആത്മാക്കളല്ല, അശുദ്ധ ആത്മാക്കൾ നിറഞ്ഞ് നടക്കാനും ചിലരുണ്ടായിരുന്നു. അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അതാണല്ലോ നമ്മുടെ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില പ്രവാചകന്മാരും രാജാക്കന്മാരുടെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമായിരുന്നു. അത് ഒരു ചെറിയ ഒരു നിലത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ യേശു കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. പിന്നെ അത് കഴിഞ്ഞ് ആരൊക്കെ യേശു കർത്താവിൽ വിശ്വസിച്ചോ അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് യേശു കർത്താവ് തന്നു. അപ്പം നമ്മൾ ഈ പരിശുദ്ധാത്മാവെ പ്രാപിപ്പാനും നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് തന്നെത്താനെ വരും. ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിച്ചു വാങ്ങിക്കണ്ട. അപ്പത്തെ ചോദിച്ചാൽ കല്ല് തരുന്ന ദൈവമല്ല, മീനെ ചോദിച്ചാൽ പാമ്പ് തരുന്ന ദൈവമല്ല. ആ ദൈവം നമുക്ക്
പരിശുദ്ധാത്മാവ് തരും. നമ്മൾ ദൈവസന്നിധി ഇരുന്നാൽ മതി. ആ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ദൈവം അളവ് കൂടാതെ പരിശുദ്ധാത്മാവ് തരും. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന എപ്പോഴാണ്? നമ്മൾ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്, അല്ലേ? അതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ പറ്റുന്ന അത്രയും നമ്മൾ ഈ TV കാണാതും മൊബൈലിൽ ഇതുണ്ടാതിരിക്കാതും ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഉറയ്ക്കും. നമ്മുടെ മനസ്സ് ഹൃദയം നിറഞ്ഞ് തൃപ്തികരാരും ആകും. പരിശുദ്ധാത്മാവോട് നമ്മൾ നിറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിൽ ആകും. അത് നിങ്ങളെക്കൊണ്ടും നമ്മളെക്കൊണ്ടും സാധിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.